കൊല്ലത്തെ ഷമീറിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. താമരക്കുളം കലൂർ പള്ളിയിലെ ഖബറിസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഏറെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഷമീറിന് യാത്ര ചൊല്ലി നാട് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക്, ഈ വയ്യങ്കരയുള്ള വസതിയിലേക്ക് വലിയ ജനപ്രവാഹം തന്നെയായിരുന്നു. ഉച്ചയോടുകൂടി ഈ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്നായിരുന്നു കരുതിയെങ്കിൽ പോലും തന്നെ വൈകിട്ട് 4:00 മൃതദേഹം സ്വവസതിയിലേക്ക് എത്തിയത്. ആ സമയത്തൊക്കെ തന്നെ നാട്ടുകാരുടെ വലിയൊരു ജനപ്രവാഹം തന്നെയായിരുന്നു അവിടെ ദൃശ്യമാവുകയും ചെയ്തത്. അതിനുശേഷം ജനപ്രതിനിധികൾ അടക്കമുള്ളവരെല്ലാം തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏകദേശം 1 മണിക്കൂറോളം സ്വവസതിയിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷമാണ് സമീപത്തുള്ള പള്ളിയിലേക്ക്, അതായത് കലൂർ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് ഖബറടക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ മയ്യത്ത് നമസ്കാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടിയും മൃതദേഹം കൊണ്ടുവരികയും ചെയ്ത് അവിടെ പ്രാർത്ഥന പൂർത്തീകരിച്ച ശേഷം എനിക്ക് പിന്നിൽ കാണുന്ന ഇവിടെയാണ് ഷമീർ ഇനി അന്തി ഉറങ്ങാൻ പോകുന്നത്. അതിന്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു. അവസാനവട്ട പ്രാർത്ഥന ഏറ്റുവാങ്ങി സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഷമീർ ഇപ്പോൾ യാത്രയായിരിക്കുകയാണ്. അതിന്റെ വിങ്ങലും എല്ലാം വേദനയും എല്ലാം ഉള്ളിലൊതുക്കി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ നിൽക്കുന്നത് അതീവ ദുഃഖകരമായി തന്നെയായിരുന്നു കാണാൻ സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ വികാരനിർഭരമായ നിർദ്ദേശം തന്നെയായിരുന്നു ഷമീറിന്റെ ഒരു വിടാവാങ്ങൽ ഈ നാടിനുണ്ടാക്കിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഓരോ സ്വപ്നങ്ങളുണ്ടായിരുന്നു. സ്വന്തമായ ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള സ്വപ്നം ബാക്കിയാക്കിയാണ് ഷമീർ വിടവാങ്ങിയിരിക്കുന്നത്. 1.5 വർഷം മുമ്പായിരുന്നു ഷമീറിന്റെ വിവാഹം നടന്നത്. ഒപ്പം തന്നെ 8 മാസം മുമ്പ് ഇവിടെ വന്നതിന് ശേഷം തിരികെ പോവുകയായിരുന്നു. എല്ലാ കാലത്തും വരുമ്പോഴും സ്വന്തമായ ഒരു വീട് വേണമെന്നുള്ള ആവശ്യം അത് താൻ പണിയും എന്നുള്ള കാര്യമൊക്കെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് ദിവസം കൂടി വീട്ടുകാരുമായി സംസാരിക്കുകയും കൂട്ടുകാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും തന്നെ ഈ ഒരു കാര്യമായിരുന്നു പറഞ്ഞത്. 2 മാസത്തിനുള്ളിൽ താൻ തിരികെ മടങ്ങിയെത്തും, ആ സമയത്ത് വീട് പണിയാനുള്ള അതിന്റെ ആരംഭമൊക്കെ കുറിക്കുമെന്നുള്ള ഒരു കാര്യവും കൂടി പറയുകയും ചെയ്തു. ഒപ്പം തന്നെ സ്വന്തം മകൻ തിരികെ വരുന്നതും കാത്ത്, സ്വന്തം ഭർത്താവ് തിരികെ വരുന്നതും കാത്ത്, സ്വന്തം കൂട്ടുകാരൻ തിരികെ വരുന്നതും കാത്ത് ഇവരെല്ലാം തന്നെ കാത്തിരിക്കുമ്പോഴാണ് ഈ ഒരു വിയോഗം വാർത്ത പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഏതെങ്കിലും പരിക്കുകൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലായിരുന്നു ഈ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതാണ് ഇവരെ ഞെട്ടിച്ച് പിന്നീട് ഈ ഒരു വിയോഗ വാർത്ത പുറലോകം അറിയുകയും ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ഷമീറിനോടൊപ്പം തന്നെ ഏറെക്കാലമായി ഈ 5 വർഷക്കാലത്തിന് മുമ്പ് കുവൈറ്റിലേക്ക് പോയ വ്യക്തി കൂടിയായിരുന്നു, സുഹൃത്തു കൂടിയായിട്ടുള്ള നജീബ് തലനാരിഴയ്ക്കാണ് ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 2ാം നിലയിലായിരുന്നു ഈ നജീബ് താമസിച്ചിരുന്നത്. 3ാം നിലയിലായിരുന്നു ഷമീർ ഉണ്ടായിരുന്നത്. ആ സമയത്ത് തീപിടുത്തം ഉണ്ടാകുകയും വലിയ പുക അനുഭവപ്പെടുകയും ചെയ്ത സമയത്ത് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിൽ പോലും തന്നെ അത് സാധിക്കാതെ പോയതാണ് ഷമീറിന്റെ വിടവാങ്ങലിലേക്കോ അല്ലെങ്കിൽ ഷമീറിന്റെ ജീവൻ കവരാനുള്ള കാരണമായി കാണിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ഈ നജീബ് ഈ ഒരു ജനലിലൂടെ എടുത്ത് പുറത്തേക്ക് ചാടുകയായിരുന്നു. നിസ്സാര പരിക്കുകൾ മാത്രമല്ല നജീബിനുള്ളത്, കൈകാലുകൾ ഒടിയുകയും ഒപ്പം തന്നെ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കുടുംബത്തേക്ക് അതായത് തൊട്ട് സമീപത്തുള്ള മറ്റൊരു സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വിവരം കൂടി പിതാവ് പങ്കുവയ്ക്കുകയും ചെയ്തു. എന്തായാലും ഏറെ വിഹാര നിർഭരം തന്നെയായിരുന്നു ഷമീറിന്റെ ഒരു വിടവാങ്ങൽ. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ എത്തി ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരിൽ കുരുന്ന യാത്രാമൊഴിയാണ് ഷമീർ നൽകിയത്. ക്യാമറമാൻ അരുൺ ഒപ്പം ന്യൂസ് 18 കൊല്ലം.